Welcome to Classical Mechanics class number 28, and today the topic is harmonic oscillator problem using action angle variables. Harmonic oscillator problem using action angle variables. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാർമോണിക് ഓസിലേറ്റർ അല്ല ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് പഠിച്ചിരുന്നു. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ അവസാനം സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അത് വിശദമായിട്ടൂടെ പറയുകയാണ്. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഒരു ചെറിയ നോട്ട് നമ്മൾ ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് വെച്ച് പ്രീവിയസ് ക്ലാസ്സിൽ കൊടുത്തിരുന്നു. എന്നാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് വെച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ടോപ്പിക്ക്? ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം യൂസിങ് ആക്ഷൻ ആംഗിൾ വേരിയബിൾസ്. ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം യൂസിങ് ആക്ഷൻ ആംഗിൾ വേരിയബിൾസ്. ദ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം. അപ്പോൾ ആദ്യം ബേസിക്കായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ കൊടുക്കുകയാണ്. നേരത്തെയും കണ്ട കാര്യങ്ങളാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ദ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം. ദ ഫണ്ടമെൻ്റൽ ഹാമിൽട്ടോണിയൻ ഫോർ എ one-dimensional simple harmonic oscillator is given by HQP, small qp is p square by 2m plus half kx square. Kx square നമ്മൾ m omega square q square എന്ന് പറയും. Where q is the generalized position coordinate, p is the generalized momentum coordinate, m is the mass of the particle, omega is the angular frequency of oscillation. Omega is the angular frequency. The motion of a harmonic oscillator is periodic, making it an ideal candidate for action angle variables. ഒരു ആക്ഷൻ ആംഗിൾ വേരിയബിളിൻ്റെ ഒരു നല്ല ആപ്ലിക്കേഷനാണ് ഈ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ റിപ്പീറ്റേഷനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. സ്റ്റെപ്സ് ടു ഫൈൻഡ് ആക്ഷൻ ആംഗിൾ വേരിയബിൾസ്. The general procedure involves calculate the action variable J, express the Hamiltonian in terms of J, the new Hamiltonian is K, calculate the angle variable, determine the frequency of oscillation. ഇത്രയും സ്റ്റെപ്പാണ് ഇതിനകത്ത് ഈ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൽ വരുന്നത്. നമ്മൾ ആക്ഷൻ ആംഗിൾ വേരിയബിൾ അപ്ലൈ ചെയ്യുമ്പോൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വരുന്ന സ്റ്റെപ്പുകളാണ് ഇവിടെ 1, 2, 3, 4 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. Calculate the action variable J. The action variable J is defined as the action integral ആണല്ലോ. The action variable J is defined as the integral of the momentum over one complete period of motion in phase surface divided by 2π. അപ്പോൾ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π ആണ്. അതുകൊണ്ട് ആക്ഷൻ ആംഗിൾ വേരിയബിൾസിനെ വെച്ച് നമ്മൾ ആക്ഷൻ ഇൻ്റഗ്രൽ പറയുന്നത് J is equal to 1/2π ക്ലോസ് ഇൻ്റഗ്രൽ പി ഡി ക്യു. J is equal to 1/2π ഇൻ്റഗ്രൽ പി ഡി ക്യു. J ആണ് ഇവിടെ ആക്ഷൻ വേരിയബിൾ ഓർ ആക്ഷൻ ഇൻ്റഗ്രൽ. ഫോർ ദി ഹാർമോണിക് ഓസിലേറ്റർ, ദ മോഷൻ ഇൻ ഫേസ് സ്പേസ് QP is an ellipse. We can express P in terms of Q as the total energy E. From the Hamiltonian, we have E is equal to p square by 2m plus half m omega square q square. P square is 2me. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 2me minus m omega square q square. Therefore p is root of plus or minus. Plus value is needed. Plus or minus root of 2me minus m omega square q square. ഇവിടെ എം ഒമേഗ നമ്മൾ കോൺഫാക്റ്റായിട്ട് പുറത്തെടുക്കുമ്പോൾ താഴെ ഡിനോമിനേറ്ററിൽ 2e by m omega square minus q square എന്ന് വരും. അത് മൊമെൻ്റത്തിൻ്റെ ഓൾഡ് മൊമെൻ്റത്തിൻ്റെ ഒരു ഇക്വേഷനാണ്. ലെറ്റ് Q0 ദ ഇനീഷ്യൽ പൊസിഷൻ കോർഡിനേറ്റ് റൂട്ട് ഓഫ് 2e by m omega square. ഇനീഷ്യൽ പൊസിഷൻ കോർഡിനേറ്റ് അതാണെന്ന് വിചാരിക്കുക. അതായത് 2e by നമ്മൾ ആ മുകളിലത്തെ ഇക്വേഷനകത്ത് 2e by m omega square നമുക്ക് Q0 നേടാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്. So the above equation becomes P is equal to plus or minus m omega root of Q0 square. 2e by m omega square നമ്മൾ Q0 എന്ന് വിളിച്ചാൽ റൂട്ട് ഓഫ് Q0 സ്ക്വയർ മൈനസ് Q സ്ക്വയർ എന്ന് വരും. അതാണ് മൊമെൻ്റം. In the integral, closed integral P dq represents the area enclosed by the elliptical trajectory in phase space. The area of an ellipse with the semi-axis and B is pi AB. In our case, the semi-axis are Q0 along the Q-axis and P is equal to
P nu is equal to m omega q0 along the p-axis. So the area enclosed is pi AB, that is pi q0 m omega q0, that is m omega q0 square. Substitute the q0 square 2e by m omega square, we get the area is equal to m omega ഇത് കൊടുക്കുമ്പോൾ 2 omega m omega അത് സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുക 2e by m omega സ്ക്വയർ, ദാറ്റ് ഇസ് 2 പൈ. ആ എം ഇവിടെ ഒരു പൈ വരുന്നുണ്ട്, അപ്പോൾ 2 പൈ ഇ ബൈ ഒമേഗ എന്ന് വരണം. അതേപോലെ വാല്യൂ കൊടുക്കുക നിങ്ങൾ. പൈ എം ഒമേഗയാണ്, പൈ എം ഒമേഗ 2e by omega സ്ക്വയർ ഇറ്റ്സ് ഈക്വൽ ടു 2 പൈ ഇ ബൈ ഒമേഗ എന്ന് വരും. Now calculate j, then j is equal to 1 by 2 pi e by omega. Here 2 pi will cancel, we get a j is equal to e by omega. This result is significant. ഇത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ദിസ് റിസൾട്ട് ഈസ് സിഗ്നിഫിക്കൻറ്റ്. The action variable j is directly proportional to the total energy E are inversely proportional to omega, the natural frequency. നമ്മുടെ E by omega ആണ്. അപ്പോൾ ജെ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ, ഇവിടെ ആക്ഷൻ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇ ബൈ ഒമേഗയാണ്. ഈ ടോട്ടൽ എനർജി ഒമേഗ ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി. Now express Hamilton in terms of J. In terms of J. ഇപ്പോൾ ന്യൂ ഹാമിൽട്ടൺ കെ ആണല്ലോ, അത് ജെ എക്സ്പ്രസ് ചെയ്യാൻ. സിൻസ് ജെ ഇസിക്കൽ ഈ E by omega, we can write E is equal to I omega. The Hamilton is equal to the total energy of the system. So K is equal to J or Kj. K is a function of J is equal to J omega. In the action angle framework, the new Hamiltonian K depends only on the action variables J and not on the angle variable theta. This is characteristic of integrable systems and leads to much simpler set of Hamilton's equations in the new coordinates. Calculate the angle variable theta. ഇവിടെ നമ്മൾ ആംഗിൾ വേരിയബിൾ കണ്ടുപിടിക്കുന്നു. Angle variable theta is canonically conjugate to j. It is related to the generating function of the canonical transformation. Alternatively, from Hamilton's equation in action angle variables, theta is dou k by dou j. അപ്പോൾ ഈ ആംഗിൾ വേരിയബിൾ എന്താണ്? ആംഗിൾ വേരിയബിൾ ഈസ് കാനോണിക്കലി കോൺജുഗേറ്റ് ജെ. ആക്ഷൻ വേരിയബിളിൻ്റെ കോൺജുഗേറ്റ് വേരിയബിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ജനറേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ദി കാനോണിക്കൽ ട്രാൻസ്ഫർമേഷൻ. ആൾട്ടർനേറ്റ്ലി വി ക്യാൻ സേ തീറ്റ ഈസ് dou k by dou j. Hamilton's equations of action angle variables are theta dot is dou k by dou j and j dot. Theta dot is j dot കേട്ടോ. theta dot ആണ്. റെസൊല്യൂഷൻ നോക്കണം. dou k by dou theta minus. Since kj is equal to j, j omega has no explicit dependence on theta. We immediately get j is equal to 0. This confirms that j is a constant of motion as expected for an action variable. For theta dot is dou I omega by dou t, that is omega. That theta dot is omega. Integrating with respect to time, theta is equal to omega t plus theta 0. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. തീറ്റ ഡോട്ട് അത് ഡി തീറ്റ ബി ഡി ടി ആണ്. ഒമേഗ ആണെങ്കിൽ നമ്മൾ ഡി ഒമേഗ ഇസ് ഒമേഗ ഡി ടി എന്ന് പറയും. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് തീറ്റ ഡോട്ട് എടുക്കുമ്പോൾ നമുക്ക് തീറ്റ ടി ഒമേഗ ടി പ്ലസ് തീറ്റ 0 എന്ന് കിട്ടും.
അതായത് നമ്മൾ ഇക്വേഷൻ മോഷൻ പറയുന്ന പോലെ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞ പോലെ വി ഈസ് യു പ്ലസ് എയ്റ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് കിട്ടും തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ 0 പ്ലസ് ഒമേഗ ടി, where theta 0 is an integration constant. This shows that the action variable increases linearly with the time at the angular frequency omega. The angle nature of theta simplifies the periodic behavior. Then theta behavior often theta ലെസ് ദാൻ ഈക്വൽ തീറ്റ ലെസ് ദാൻ ഈക്വൽ ടു 2π. ഈ തീറ്റയുടെ വാല്യൂ 0ക്കും 2πയ്ക്കും ഒരു സൈക്കിൾ ഇടയ്ക്ക് കിടക്കണം, ഒരു റൊട്ടേഷൻ ഇടയ്ക്ക് കിടക്കണം. To explicitly find theta in terms of q and p, one can use a generating function of the type e to qj, നമ്മുടെ ക്യാപിറ്റൽ പിക്ക് പോലെ j. However, the most direct way for the simple harmonic oscillator is to compare the solution in action angle variables to the standard solution. We know for a harmonic oscillator q x is equal to a cos omega t plus theta എന്ന് പറയുന്നില്ല, അതുപോലെ ഇവിടെ q is a cos omega t plus phi and p is equal to, p means pt, p is equal to അറിയാമല്ലോ, ദാറ്റ് ഈസ് mx ഡോട്ടാണ്, mq ഡോട്ടാണ്. അപ്പോൾ q ഡോട്ട് കണ്ടുപിടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ മാസ് കൊണ്ട് ഗുണിക്കണം. P is equal to minus m omega ഡെറിവേറ്റീവ് ആണ് കേട്ടോ, ഡെറിവേറ്റീവ് m omega sin omega t plus phi 0. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈനാണ്. അപ്പോൾ m omega a sin omega t plus phi from e is equal to half m omega square a square. അത് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ടോട്ടൽ എനർജി എക്സ്പ്രഷനാണ്. വി നോ എ ഈസ് റൂട്ട് ഓഫ് 2e by m omega square. Substitute e is equal to j omega a is equal to root of 2j omega by m omega square, that is 2j by m omega root. ഒരു ഒമേഗ വെട്ടിപ്പോകും. And so q is equal to root of 2i by m omega cos omega t plus q0. Phi p is equal to minus m omega root of 2j by m omega sin omega t plus q0. That is equal to minus root of 2m omega sin omega t plus phi. അവിടെ omega t plus phi ചേർക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, omega t plus phi. By comparing with theta t is omega t plus phi 0, we can identify theta is omega t plus phi 0. Therefore, the angle variable theta essentially represents the phase of the oscillation. That determines the frequency of oscillation. Frequency of oscillation കാണുന്ന രീതി. From theta is omega, we see that omega is the frequency of system. This is consistent with the non-frequency of the harmonic oscillator. The beauty of the action angle formulation is that the frequency directly emerges from the partial derivative of the new Hamiltonian with respect to the action variable. You read it once again. From theta to this omega, we see that omega is the frequency of the system. This is consistent with the non-frequency of the harmonic oscillator. The beauty of the action angle formulation is that the frequencies directly emerges from the partial derivatives of the new Hamiltonian with respect to the action variable. അപ്പോൾ ഇതിൻ്റെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദി ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം വിത്ത് ആക്ഷൻ ആംഗിൾ വേരിയബിൾസ്. ദറ്റ് ഈസ് ഓൾ വിത്ത് യുവർ
class number 28. Next, with this unit is over. In the next class, we start central force problems, central force questions chapter. Thank you very much.